ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള തർക്കം വലിയ വാഗ്വാദങ്ങളിലേക്കൊക്കെ എത്തിയിരുന്നു, പരസ്പരം പോർവിളികളിലേക്ക് എത്തിയിരുന്നു. ഇപ്പോഴിതാ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. ദ അമേരിക്കൻ പാർട്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. US ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നാണ് പ്രഖ്യാപനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപിൻ്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാക്കിയതിന് പിന്നാലെയാണ് നിർണായക തീരുമാനം എന്നതാണ്. അൻസു, പുതിയ രാഷ്ട്രീയ ബദൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് മസ്ക് പറയുന്നത്. അമേരിക്കൻ ജനത അത്തരം ഒരു ബദൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കാത്തിരുന്ന് കാണണം. പക്ഷേ മസ്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എന്താണ് മസ്കിന്റെ തുടർ നീക്കങ്ങൾ? വിനീത, ഇലോൺ മസ്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ തന്നെയാണ് ജനങ്ങളുമായി ആദ്യം ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഇടയിലാണ് ഇത്തരത്തിൽ ഒരു ചോദ്യം, ഒരു പോൾ സർവേ എക്സിലൂടെ മസ്ക് നടത്തുന്നത്. അതായത് ജനങ്ങളുടെ അഭിപ്രായം തേടിക്കൊണ്ട് ചിലർ ഏകകക്ഷി എന്ന് വിളിക്കുന്ന 2 പാർട്ടി സംവിധാനമാണ് അമേരിക്കയിൽ ഉള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടൊരു പോൾ സർവേ ഇടുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ എന്ന് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം ഈ സ്വാതന്ത്ര്യ ദിനമാണ് എന്ന് കൂടി മസ്ക് പറഞ്ഞു വെച്ചു. അപ്പോൾ അതിന് വന്ന മറുപടികളിൽ നിന്നാണ് പിന്നീട് ഇത്തരത്തിൽ എക്സിലൂടെ തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടി രൂപീകരിച്ചു എന്ന തരത്തിലുള്ളൊരു കുറിപ്പ് കൂടി അദ്ദേഹം പിന്നീട് പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ പോളിൽ 65.4% പേരും മസ്ക് പാർട്ടി രൂപീകരിക്കണം എന്ന് പറഞ്ഞ് അനുകൂലിച്ചുകൊണ്ട് പോൾ ചെയ്തു. 34.6% പേർ പ്രതികൂലിച്ചുകൊണ്ടും വേണ്ട എന്ന തരത്തിലുള്ള പ്രതികരണവും നടത്തുകയാണ് ചെയ്തത്. ഭൂരിപക്ഷം പേരും വേണ്ട 65% പേർ പാർട്ടി വേണം എന്ന തരത്തിൽ പ്രതികരിച്ചതോടെയാണ് അധികം വൈകാതെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം, ഈ അമേരിക്ക പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എക്സിലൂടെ തന്നെ ഇലോൺ മസ്ക് നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ട്രംപ് ഭരണകൂടവുമായി നമുക്കറിയാം ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സമയം മുതൽ തന്നെയാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. ഇലോൺ മസ്ക് ഈ സകല ബന്ധവും വൈറ്റ് ഹൗസുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളും ഇത്തരത്തിലുള്ള പദവിയും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങുന്നതുമെല്ലാം. ഇതിനുശേഷം ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ ഈ ഒരു അമേരിക്ക പാർട്ടി എന്ന പുതിയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിരിക്കുന്നത്. നിലവിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ഇത് രണ്ടും ഒരു ഒറ്റ പാർട്ടി എന്ന തരത്തിൽ തന്നെയാണെന്നും ഏകാധിപത്യമാണ് എന്നുമുള്ള തരത്തിലാണ് ട്രംപിൻ്റെ ഒരു പോസ്റ്റ് വീണ്ടും ഇതിനെ തുടർന്ന് വന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാൻ വേണ്ടിയാണ് അമേരിക്ക പാർട്ടി വരുന്നത്. ഈ 2 പാർട്ടി സംവിധാനത്തിൽ നിന്ന് മോചിപ്പിക്കും. ഒപ്പം അത്തരത്തിൽ പാർട്ടി രൂപീകരിക്കാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ പോൾ സർവേ നടത്തുന്നു. നിങ്ങൾക്കൊരു പുതിയ പാർട്ടി വേണമെന്ന ഇത് ആവശ്യമാണ്, നിങ്ങളുടെ ആവശ്യമാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇത്തരത്തിൽ പോളൊക്കെ നടത്തി ഒരു പാർട്ടി രൂപീകരിക്കുന്ന ഒരു പക്ഷേ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇലോൺ മസ്ക് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ, മുൻപ് ട്വിറ്റർ ആയിരുന്നപ്പോഴും ഇത്തരത്തിൽ ട്വിറ്ററിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക. ഇങ്ങനെ 5 മിനിറ്റ് ഇടവേളകളിൽ ഇങ്ങനെ ട്വീറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ മസ്കിനെ കണ്ടിട്ടുള്ളത്. മസ്ക് വലിയ പ്രഖ്യാപനങ്ങളടക്കം എല്ലാം നടത്തുക ഈ എക്സ് പോസ്റ്റിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കക്കാർക്ക് ഇതൊരു പുതിയ കാര്യമല്ല എങ്കിൽ പോലും ഒരു കൗതുകരമായ കാര്യമാണ്. പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു. ജനങ്ങളുടെ പോൾ സർവേ ലഭിച്ചതിന് ശേഷം താൻ അമേരിക്ക പാർട്ടി രൂപീകരിക്കുന്നു. ഇത്തരത്തിൽ വിമർശനങ്ങളെല്ലാം തന്നെ ഈ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തുന്നു. മറ്റൊരു തരത്തിൽ നേരിട്ട് വന്ന അല്ലെങ്കിൽ ഒരു വാർത്ത, ഒരു പ്രസ് ബ്രീഫിംഗ് ഒന്നും നടത്തിയതായി ഇതുവരെയും മറ്റ് മാധ്യമങ്ങളിലോ മറ്റോ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. വിനീത, ശരി. നേരത്തെ ഞാനും മൻസൂർ ഡെസ്കിലിരുന്നപ്പോൾ പറയുകയായിരുന്നു, അമേരിക്കയിലെ PV അൻവറാണോ എലോൺ മസ്ക് എന്ന് ഞങ്ങൾ തമാശ പറയുന്നത്. ഏതായാലും വലിയ വിമർശനങ്ങൾ ട്രംപിനെതിരെ ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് നേരെ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മസ്ക് പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പൗരത്വ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ. ഏതായാലും അൻസു എൽസ സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ്